ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 20 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാതൃകയാണ് ആദ്യ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാതൃകയാണ് ആദ്യ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹാരോഡ് ഡോമർ മാതൃക, PC മഹൽനോബിസ് മാതൃക, സെൻ മാതൃക. ഏതാണ്? ഹാരോഡ് ഡോമർ മാതൃകയാണ് ആദ്യ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. വലിയ കുളം മഹാസ്നാനഘട്ടം ഇത് സിന്ധു നദീതട സംസ്കാരത്തിലെ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹാരപ്പ, കാലിബംഗൻ, ലോഥൻ, മോഹൻജദാരോ. വലിയ കുളം ഏത് പ്രദേശമായിട്ട് ബന്ധപ്പെട്ടതാണ്? മോഹൻജദാരോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മഹാസ്നാനഘട്ടം. ഏറ്റവും വലിയ ഗ്രഹം ഏത്? ബുധൻ, ശുക്രൻ, ഭൂമി, വ്യാഴം. ഏതാണ് ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഇപ്പോൾ സുനി വിമായം എന്നുള്ള ആ കോഡ് വെച്ചിട്ട് ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ ഗ്രഹം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ശിലായുഗ സംസ്കാരത്തിൻ്റെ ചില സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ പുരാതന ശിലായുഗവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു. സ്ഥിര താമസം തുടങ്ങി. കൃഷി ആരംഭിച്ചു. മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ശിലായുഗ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ പുരാതന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് പാലിയോളിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഇപ്പോൾ പെട്ടെന്ന് സ്ഥിര താമസം തുടങ്ങി, കൃഷി ആരംഭിച്ചു, അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പുരാതന ശിലായുഗവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു എന്നതാണ് കറക്റ്റ് ആൻസർ. സമരാത്ര ദിനങ്ങൾ അതായത് ഇക്യൂനോക്സസ് സൂചിപ്പിക്കുന്ന ജോഡി ഏത്? മാർച്ച് 21, ജൂൺ 21, ജൂൺ 21 സെപ്റ്റംബർ 23, സെപ്റ്റംബർ 23 ഡിസംബർ 22, മാർച്ച് 21 സെപ്റ്റംബർ 23. സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡിയാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. തെക്കേ ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ ഇടപെട്ട ആദ്യ സമരം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം 1917 ഏതാണത്? അഹമ്മദാബാദ് തുണിമിൽ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സമരം. അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേദ സമരമൊക്കെ 1918. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരനിലായിരുന്നു. ചമ്പാരൻ, ബീഹാറിലെ ചമ്പാരനിൽ നീലം കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ തിരിച്ചു വന്ന ശേഷമുള്ള ആദ്യത്തെ സത്യാഗ്രഹം 1917. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ലോർഡ് കോൺവാലിസ് കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്. അത് കറക്റ്റാണ്. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ പെർമനൻ്റ് സെറ്റിൽമെൻറ്റിനെ ജമീന്ദാരി സെറ്റിൽമെൻറ്റ് എന്നുകൂടി പറയും. കാരണം ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്. കർഷകർ ഉൽപ്പാദനത്തിൻ്റെ 60% നികുതിയായി നൽകണം. നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കർശനമായും നികുതി പണമായി നൽകണം. ഉൽപ്പാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു. ഇപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഭൂനികുതി വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൻസർ. ബ്രിട്ടീഷുകാർ അത്ര വിശാല മനസ്കരൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉൽപാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു. കൃത്യമായ ഒരു ഭൂനികുതി ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്.
അതുകൊണ്ടാണ് പെർമനൻ്റ് സെറ്റിൽമെൻ്റ് എന്ന് പറയാൻ കാരണം. ഉൽപാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു എന്നാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഏപ്രിൽ 22, ജൂൺ 5, ഡിസംബർ 5, സെപ്റ്റംബർ 16. ഏതാണ് ഭൗമദിനമായി ആചരിക്കുന്നത്? ജൂൺ 5 എന്താണ്? പരിസ്ഥിതി ദിനമാണ് അല്ലേ? ഡിസംബർ 5 ലോക മണ്ണ് ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ഡേ. ഏപ്രിൽ 22 കറക്റ്റ് ആൻസർ. കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം? ധവളം എന്ന് പറഞ്ഞാൽ വൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം? ഗോതമ്പ്, അരി, പാൽ, മുട്ട. കറക്റ്റ് ആൻസർ പാല്. ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? അഹമ്മദാബാദ്, മുംബൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത് എന്ത്? മൊത്ത വരുമാനം, ആകെ വരുമാനം, ശരാശരി വ്യക്തിഗത വരുമാനം, വിദേശ വരുമാനം. പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? ശരാശരി വ്യക്തിഗത വരുമാനമാണ് കറക്റ്റ് ആൻസർ. കൊടുത്തിട്ടുള്ളവയിൽ ഏത് മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്? ഇപ്പോൾ പ്രാഥമിക മേഖല, അതുപോലെ ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് പോകണം. സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ അതിൽ വ്യവസായങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല, അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടറാണ് പ്രാഥമിക മേഖല. ദ്വിതീയ മേഖലയിൽ ഇൻഡസ്ട്രി ആൻഡ് റിലേറ്റഡ് സെക്ടേഴ്സാണ് വരുന്നത്. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറാണ്. അവിടെ തൃതീയ മേഖലയിൽ ഒരു പുതുതായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. എല്ലാ സർവീസുകളും സേവനങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്, ഇപ്പോൾ ട്രേഡ്, കൊമേഴ്സ് എല്ലാം വരുന്നത് തൃതീയ മേഖലയിലാണ്. അപ്പോൾ വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയെ നമ്മൾ എന്താ പറയുന്നത്? ഇൻഡസ്ട്രി ആൻഡ് റിലേറ്റഡ് സെക്ടറാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അതായത് നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതുതായിട്ട് ഇൻഡസ്ട്രികളുടെ സഹായത്തോടെ പുതുതായിട്ട് വസ്തുക്കൾ ഉണ്ടാക്കുക. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത്? ന്യൂ എക്കണോമിക് പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണ്? ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, ഭൂപരിഷ്കരണം, സ്വകാര്യവൽക്കരണം. ഇതിൽ ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധമില്ലാത്തത് ഭൂപരിഷ്കരണമാണ്. ഖേഡ കർഷക സമരം നടന്ന വർഷം ഏത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഖേഡ കർഷക സമരം നടന്ന വർഷം ഏതാണ്? 1917, 1918, 1919, 1920. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് അല്ലേ? 1919 എന്താണ്? ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. അപ്പോൾ ഖേദ കർഷക സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേദ കർഷക സമരവും നടന്നത് 1918. ഇനി ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, നീലഗിരി, ഹിമാലയ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് ചോദിച്ചത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. എന്താണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ കാവേരിയാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യൻ ശക്തികൾ ആരായിരുന്നു? പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ഹിതകാരിണി സമാജം ആരാണ് സ്ഥാപിച്ചത്? വീരശലിംഗം, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്റ്, ജ്യോതിറാവ് ഫൂലെ.
ഹിതകാരിണി സമാജം വീരശലിംഗമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി ഏത്? ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്. ഇപ്പോൾ ക്രസ്റ്റാണോ, മാൻഡിലാണോ, ഇന്നർ കോറാണോ, ഔട്ടർ കോറാണോ എന്ന് ചോദിച്ചത്. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയുള്ള പാളിയാണ് അകക്കാമ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? സൂര്യസെൻ, വി ഡി സവർക്കർ, സി ആർ ദാസ്, രാജ്ഗുരു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യസെൻ ആയിരുന്നു. ഇപ്പം നമുക്ക് എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടണം. എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം.